ഗുഡ് മോർണിംഗ്. നമ്മളപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫോമുകളെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ ഒരു ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കണ്ടേന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി ഫോം ക്രിയേറ്റ് ചെയ്യാനായിട്ട് 2 സ്റ്റേജുകളിൽ കൂടി കടന്നുപോയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഫസ്റ്റ് വൺ ഏതാണ്? ക്രിയേറ്റിംഗ് ദ ഫോം അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് ദ ഫോം സ്ട്രക്ചർ ആണ് അല്ലേ. അപ്പോൾ ഈ സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടാഗ് ഏതെന്ന് ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഏതാ ടാഗ്? ഫോം ടാഗ്. ഫോം എന്ന് പറയുന്ന കണ്ടെയ്നർ ടാഗ് ആണ്. ആ ഫോം എന്ന് പറയുന്ന കണ്ടെയ്നർ ടാഗിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ടാഗിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ആട്രിബ്യൂട്ട്സും ഉണ്ട്. അപ്പോൾ അവയുടെ ആട്രിബ്യൂട്ട്സും ഒക്കെ നമുക്ക് ഒരു നല്ല ഫോം റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഫോം ക്രിയേറ്റ് ചെയ്താൽ, ഫോമിന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ അകത്തോട്ടേക്ക് കൺട്രോൾസിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം കൺട്രോൾസിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഫോം എന്നാൽ എന്തെന്ന് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തന്നെ. ഫോമിന്റെ പ്രത്യേകത എന്താ? ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന വിസിറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്യണം. അങ്ങനെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, വിസിറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തെടുക്കണമെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ എലമെന്റ്സിന്റെ സഹായത്തോടു കൂടിയേ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ അല്ലെ. അപ്പോൾ വിസിറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് വാങ്ങിയെടുക്കാനായിട്ട് സഹായിക്കുന്ന എലമെന്റ്സിനെ ഫോമിന്റെ ടെർമിനോളജിയിൽ അല്ലെങ്കിൽ HTML ടെർമിനോളജിയിൽ വിളിക്കുന്ന വിളിപ്പേരാണ് കൺട്രോൾസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണെന്ന്. അപ്പൊ നോക്കിക്കേ, എ ഫോം contains a number of elements for collecting data in different ways. അപ്പോൾ പല രീതിയിൽ ഡേറ്റകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ എലമെന്റ്സ് ഫോമിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ടാകും. ദീസ് എലമെന്റ്സ് ആർ കോൾഡ് കൺട്രോൾസ്. അപ്പോൾ ഈ എലമെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കൺട്രോൾസ് എന്ന് വിളിക്കുക. അപ്പോൾ സാധാരണ യൂസ് ചെയ്യുന്ന കൺട്രോളുകളെ ഈ താഴെ പറയുന്നതൊക്കെ ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് കൺട്രോൾസ് ആർ. അപ്പോൾ ഈ പറയുന്ന പേരുകളൊക്കെ ഇനി ഒന്ന് മനസ്സിൽ കുറിച്ച് വെച്ചോണം. ഫസ്റ്റ് വൺ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയും. ടെക്സ്റ്റ് ബോക്സ് കൺട്രോൾ ഒന്നാമനാണ്. രണ്ടാമൻ പാസ്വേഡ് ബോക്സ് കൺട്രോൾ. മൂന്നാമൻ ചെക്ക് ബോക്സ് കൺട്രോൾ. നാലാമൻ റേഡിയോ ബട്ടൺ കൺട്രോൾ. അഞ്ചാമൻ സബ്മിറ്റ് ബട്ടൺ, റീസെറ്റ് ബട്ടൺ ആൻഡ് ബട്ടൺ. അപ്പൊ ഈ 5 5 പേരെന്ന് പറയുന്ന 3 പേര് ചേരുന്നതാ. അപ്പൊ ഇതിന് മൂന്നായിട്ടാ. 3 പേരുടെയും പണി 3 കേട്ടോ. പർപ്പസ് 3. അപ്പൊ സബ്മിറ്റ് ബട്ടൺ, റീസെറ്റ് ബട്ടൺ, ബട്ടൺ, അതാണ് 5ആമൻ. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവ എന്തെന്ന് നമുക്ക് പറയാം. ഇനി 6ാമത്തത് റിച്ച് ടെക്സ്റ്റ് ബോക്സ്. 7ആമൻ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സ്. അപ്പൊ ഇങ്ങനെ 7 കൺട്രോൾസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഫോമിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഈ കൺട്രോളുകൾ നമുക്ക് ഫോമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പലതരത്തിൽപ്പെട്ട ടാഗുകളാണ് കേട്ടോ. അപ്പൊ ടാഗുകൾ ഉപയോഗിച്ച്, അപ്പൊ ടാഗാണ് എന്തിനു വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക? ബ്രൗസറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ഇന്ന കൺട്രോൾ എടുത്തിട് എന്ന് പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുക്കണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആര് തന്നെയായിരിക്കും? ടാഗുകൾ തന്നെയായിരിക്കും. അപ്പൊ ഇവയൊക്കെ എടുത്തിടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടാഗുകൾ ഏതൊക്കെയെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, നോക്കിക്കേ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാഗ്സ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് ദീസ് കൺട്രോൾസ്. ദേ ആർ. അപ്പം 3 മെയിൻ ടാഗുകളാണ്. അപ്പൊ നമുക്കൊരു 7 ബട്ടൺ ഉണ്ട്. 7 അല്ല, അതുകൂടാതെ 2 പേര് എക്സ്ട്രാ ഉണ്ട്. അപ്പൊ അങ്ങനെ ടോട്ടൽ 9 കൺട്രോൾസ് അല്ലെങ്കിൽ എലമെന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 9 പേരെ നമ്മുടെ ഫോമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ടാഗുകളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അവ ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇൻപുട്ട് ടാഗ് എന്ന് പറയും. സെക്കൻഡ് വൺ ടെക്സ്റ്റ് ഏരിയ ടാഗ് എന്ന് പറയും. തേർഡ് വൺ സെലക്ട് ടാഗ്. അപ്പൊ ഈ 3 ടാഗുകളുടെ സഹായത്തോടു കൂടിയാ നമ്മൾ എത്ര പേരെ ഇൻക്ലൂഡ് ചെയ്തെടുക്കുക? 9 പേരെ ഇൻക്ലൂഡ് ചെയ്യുക. അതിൽ 1ആമൻ ഇൻപുട്ട് ടാഗ് ആണ് 7 പേരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യണത്. അപ്പൊ ആദ്യത്തെ ആളെ കുറിച്ച് പഠിക്കാം. ഫസ്റ്റ് വൺ ഇൻപുട്ട് ടാഗ്. ദ ഇൻപുട്ട് ടാഗ് ഈസ് ആൻ എംപ്റ്റി ടാഗ്. ഇൻപുട്ട് ടാഗിന്റെ പ്രത്യേകത എന്താ? എംപ്റ്റി ടാഗ്. അപ്പൊ സ്റ്റാർട്ടിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ. ഏതില്ല? ക്ലോസിംഗ് ടാഗ് ഇല്ല. ഈ ഇൻപുട്ട് ടാഗ് ഉപയോഗിച്ചാണ് ടെക്സ്റ്റ് ബോക്സ്, പാസ്വേഡ് ബോക്സ്, റേഡിയോ ബട്ടൺ, ചെക്ക് ബോക്സ്, സബ്മിറ്റ് ബട്ടൺ, റീസെറ്റ് ബട്ടൺ, ബട്ടൺ, ഇങ്ങനെ 7 കൺട്രോളുകൾ
നമ്മുടെ വെബ് പേജിൽ ഇൻക്ലൂഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടാഗാണ് ഇൻപുട്ട് ടാഗ്. നോക്കിക്കേ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺട്രോൾസ് സച്ച് ആസ് ഏതൊക്കെയാ ടെക്സ്റ്റ് ബോക്സ്, റേഡിയോ ബട്ടൺ, ചെക്ക് ബോക്സ്, സബ്മിറ്റ് ബട്ടൺ എക്സെട്രാ. അപ്പോൾ ഇത്രയോ ആളുകളെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടാഗാണ് ഇൻപുട്ട് ടാഗ്. അപ്പോൾ നമുക്കറിയാം ഏതൊരു ടാഗിനും അതിനോട് റിലേറ്റ് ചെയ്ത് ആരുണ്ടായിരിക്കും, കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും. നമ്മുടെ ഈ ഇൻപുട്ട് ടാഗിനും ഉണ്ട് കുറച്ച് ആട്രിബ്യൂട്ട്സ്. അതിലൊരു 5 പേരെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഏതൊക്കെയെന്ന് നോക്കാം. ആട്രിബ്യൂട്ട്സ് ഓഫ് ഇൻപുട്ട് ടാഗ്. ഫസ്റ്റ് വൺ ടൈപ്പ്, സെക്കൻഡ് വൺ നെയിം, തേർഡ് വൺ വാല്യൂ, ഫോർത്ത് വൺ സൈസ്, ഫിഫ്ത്ത് വൺ മാക്സ് ലെങ്ത്. അപ്പോൾ ഇൻപുട്ട് ടാഗിൻ്റെ 5 ആട്രിബ്യൂട്ട്. അപ്പോൾ ഈ ആട്രിബ്യൂട്ടുകളുടെ സഹായത്തോടു കൂടിയൊക്കെ ആയിരിക്കും ഈ ബട്ടണുകൾ എടുത്തിടാനായിട്ട് ഇൻപുട്ട് ടാഗിന് സാധിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ആട്രിബ്യൂട്ടിനെ കുറിച്ച് പഠിക്കാം. ഇൻപുട്ട് ടാഗിൻ്റെ ഒന്നാമത്തെ ആട്രിബ്യൂട്ട് ഏതാണ്? ടൈപ്പ് ആട്രിബ്യൂട്ട്. അപ്പോൾ ഈ ടൈപ്പ് ആട്രിബ്യൂട്ടാണ് ഏത് ടൈപ്പിൽപ്പെട്ട കൺട്രോളാണോ ഫോമിലോട്ട് ആഡ് ചെയ്യേണ്ടത് അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോക്കിക്കേ, ദിസ് ആട്രിബ്യൂട്ട് ഡിറ്റർമൈൻസ് ദ കൺട്രോൾ ടൈപ്പ് ക്രിയേറ്റഡ് ബൈ ഇൻപുട്ട് ടാഗ്. അപ്പോൾ ഇൻപുട്ട് ടാഗിനാൽ ഏത് തരത്തിൽപ്പെട്ട കൺട്രോളാണോ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത് അത് ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാരാണ്? ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. അപ്പം നമുക്കൊരു 7 കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്ത് തരാനാണ് ഇൻപുട്ട് ടാഗ് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഈ 7 കൺട്രോൾസ് ആരുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക? ടൈപ്പ് ആട്രിബ്യൂട്ടിൻ്റെ സഹായത്തോടു കൂടി ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ടൈപ്പ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ടാണ് ഏത് കൺട്രോളാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഈ ടൈപ്പ് ആട്രിബ്യൂട്ടിന് എത്ര വാല്യൂസ് ഉണ്ടായിരിക്കും? സ്വാഭാവികമായിട്ടും 7 വാല്യൂസ് ഉണ്ടായിരിക്കും. നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ടൈപ്പ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. വാല്യൂസ് ഓഫ് ടൈപ്പ് ആട്രിബ്യൂട്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഏതാ? ടെക്സ്റ്റ് എന്ന് പറയുന്ന വാല്യൂ. സെക്കൻഡ് വൺ പാസ്വേഡ് എന്ന് പറയുന്ന വാല്യൂ. തേർഡ് വൺ ചെക്ക് ബോക്സ് എന്ന് പറയുന്ന വാല്യൂ. ഫോർത്ത് വൺ റേഡിയോ എന്ന് പറയുന്ന വാല്യൂ. ഫിഫ്ത്ത് വൺ റീസെറ്റ്. സിക്സ്ത് വൺ സബ്മിറ്റ് ആൻഡ് സെവൻത് വൺ ബട്ടൺ. അപ്പോൾ ദേ ഇങ്ങനെ ഈ 7 വാല്യൂസാണ് ഏത് ആട്രിബ്യൂട്ടിനുള്ളത്? ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനുള്ളത്. അപ്പോൾ ഈ ഓരോ വാല്യൂസും എന്ത് കൺട്രോളാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് തരുന്നതെന്നും ആ കൺട്രോളിൻ്റെ ഉപയോഗം എന്ത് എന്നുമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻപുട്ട് ടാഗിനെ കുറിച്ചാണ്. ഇൻപുട്ട് ടാഗിൻ്റെ ഒന്നാമത്തെ ആട്രിബ്യൂട്ടിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ആട്രിബ്യൂട്ടിന് എത്ര വാല്യൂസ് ഉണ്ട്? 7 വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഈ 7ൽ ഒന്നാമനായ ടെക്സ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ദ ടെക്സ്റ്റ് വാല്യൂ. അപ്പം നമ്മൾ ഇൻപുട്ട് ടാഗിൻ്റെ ടൈപ്പ് ആട്രിബ്യൂട്ടിന്, അതായത് ഇൻപുട്ട് സ്പേസ് ടൈപ്പ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് ഡബിൾ കോട്ട്സിനുള്ളിൽ വേണം വാല്യൂ കൊടുക്കാൻ എന്നൊക്കെ നമുക്കറിയാം. അപ്പം ടെക്സ്റ്റ് എന്ന് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ഫോമിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ വെബ് പേജിൻ്റെ അകത്ത് ഒരു ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ട് തരും. അപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സിനെ നമ്മുടെ ഫോമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടാഗാണ് ഏത് ടാഗ്? ഇൻപുട്ട് ടാഗ്. ഏത് ആട്രിബ്യൂട്ട്? ടൈപ്പ് ആട്രിബ്യൂട്ട്. അതിൻ്റെ ഏത് വാല്യൂ? ടെക്സ്റ്റ് എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ പാസ്വേഡ് എന്ന് പറയുന്ന വാല്യൂ, ടൈപ്പ് ആട്രിബ്യൂട്ടിന് പാസ്വേഡ് എന്നാണ് വാല്യൂ കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും? ടെക്സ്റ്റ് എന്ന് പറയുന്ന വാല്യൂ ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് തരാനാണെങ്കിൽ പാസ്വേഡ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? പാസ്വേഡ് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് തരാനായിട്ട്. പാസ്വേഡ് ബോക്സിന്റെ പ്രത്യേകത നമുക്കറിയാം. അതിൻ്റെ അകത്ത് എൻട്രി ചെയ്യുന്ന ഇൻഫർമേഷൻസ് എല്ലാം ഡയറക്റ്റ് ആയിട്ടായിരിക്കുമോ? ആയിരിക്കത്തില്ല. പിന്നെയോ ഏത് രീതിയിലാണ്? കോഡഡ് ഫോമിൽ, അതായത് ഒന്നിലെ ആസ്ട്രിക് സിമ്പിൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡോട്ട് എന്ന് പറയും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന സിമ്പിൾ ആയിരിക്കും നമ്മൾ ഓരോ ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ബോക്സിനുള്ളിൽ വരുന്നത്. അതുപോലത്തെ ബോക്സുകളെ നമ്മൾ പാസ്വേഡ് ബോക്സ് എന്ന് വിളിക്കുക. അപ്പോൾ പാസ്വേഡ് ബോക്സ് നമുക്ക് നമ്മുടെ വെബ് പേജിൽ അല്ലെങ്കിൽ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യണോ? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടാഗ് ആട്രിബ്യൂട്ടും വാല്യൂ ഏതാ? ഇൻപുട്ട് ടാഗ്. അതിൻ്റെ ടൈപ്പ് ആട്രിബ്യൂട്ടിന് പാസ്വേഡ് എന്ന് പറയുന്ന വാല്യൂ കൊടുക്കണം. അപ്പോൾ ഇൻപുട്ട് സ്പേസസ് പാസ്വേഡ് ടൈപ്പ് ഇസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിനുള്ളിൽ പാസ്വേഡ് എന്ന് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്തത് ചെക്ക് ബോക്സ്. അപ്പൊ ചെക്ക് ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒന്നിലധികം ചോയ്സുകൾ ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ നിന്ന് നമുക്ക് ഒന്നിലധികം ആളുകളെ തന്നെ ചൂസ് ചെയ്യണം. ചെറിയൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ഹോബീസ്. ഇപ്പോൾ ഒരു ഫോമിൻ്റെ അകത്ത് ഹോബീസ് റീഡിങ്, ഡാൻസിങ്, സിംഗിങ്, പ്ലേയിങ് ഗെയിം അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കൽ, അങ്ങനെ കുറേ ചോയ്സുകൾ വെച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ. അപ്പം നമുക്കറിയാം നമുക്ക് ഒരു ഹോബീസ് ഒന്നും അല്ല ഉള്ളൂ, ഒന്നിലധികം ഹോബീസ് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകും അല്ലേ? അപ്പം ആ ചോയ്സുകളിൽ നിന്ന് നമുക്ക് ഒന്നിലധികം ആളുകളെ തന്നെ ചൂസ് ചെയ്യണം.
സെലക്ട് ചെയ്തെടുക്കണം. അത്തരം സിറ്റുവേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കൺട്രോളാണ് ചെക്ക് ബോക്സ് എന്ന് പറയുന്നത്. അപ്പൊ ചെക്ക് ബോക്സിന്റെ അകത്ത് ഓരോ ടിക്കും ട്രൂ ഓർ ഫോൾസ് വാല്യൂസ് ആ ചെക്ക് ബോക്സിന് വരുന്നത്. ചെക്ക് ബോക്സ് എന്ന് പറയുന്നത് ചെറിയ ഒരു സ്ക്വയർ ബോക്സ് ആണ് കേട്ടോ. അതിനെ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു ടിക്ക് മാർക്കാണ് വീഴുക. അത് നിങ്ങൾക്ക് ഓർമ്മ വരും, എക്സാമ്പിൾ കാണിക്കുമ്പോൾ മനസ്സിലാകും. അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിലോട്ട് വന്നിട്ടും ഉണ്ടാകും. ഓക്കെ, അപ്പൊ ചെക്ക് ബോക്സുകളാണ് നമുക്ക് നമ്മുടെ വെബ് പേജിൽ അല്ലെങ്കിൽ ഫോമിൽ ആഡ് ചെയ്യേണ്ടതെങ്കിൽ എങ്ങനെയായിരിക്കും? ഇൻപുട്ട് ടാഗിന്റെ ടൈപ്പ് ആട്രിബ്യൂട്ടിന് ചെക്ക് ബോക്സ് എന്ന് പറയുന്ന വാല്യൂ കൊടുത്താൽ മതിയോ? ഇനി അടുത്ത റേഡിയോ എന്ന് പറയുന്ന വാല്യൂ. റേഡിയോ എന്ന് പറയുന്ന വാല്യൂ ഈ ചെക്ക് ബോക്സ് പോലെ തന്നെയാണ്. ഒന്നിലധികം വാല്യൂസിൽ നിന്ന്, അതായത് ഗ്രൂപ്പ് ഓഫ് വാല്യൂസിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട്. പക്ഷെ റേഡിയോയാണ് ബട്ടൺ എങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഓഫ് വാല്യൂസിൽ നിന്നൊരു സിംഗിൾ വാല്യൂ മാത്രമേ ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ +2 സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ഓർ മലയാളം, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ. അപ്പോൾ ഒന്നിലധികം ചോയ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് ഏതേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒറ്റ ഒരെണ്ണം മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ യൂസറിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് വാങ്ങിയെടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബട്ടനാണ് റേഡിയോ എന്ന് പറയുന്ന ബട്ടൺ. ഓക്കെ, ഇനി അടുത്ത് റീസെറ്റും സബ്മിറ്റും ബട്ടനും കാറ്റഗറിയിൽപ്പെട്ട ബട്ടനുകളാണ്. എന്ന് വെച്ചാൽ, അതായത് ബട്ടൺ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയുടെ ഔട്ട്പുട്ടായിട്ട് ഇവർ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരും. അത്തരത്തിൽപ്പെട്ട ആളുകളെയാ ബട്ടൺ എന്ന് വിളിക്കുക. അപ്പൊ അതിൽ റീസെറ്റ് എന്ന് പറയുന്ന വാല്യൂ, അതായത് ഇൻപുട്ട് ടാഗിന്റെ ടൈപ്പ് ആട്രിബ്യൂട്ടിന് റീസെറ്റ് എന്ന് പറയുന്ന വാല്യൂ കൊടുത്താൽ നമുക്ക് നമ്മുടെ ഫോമിൽ ഒരു റീസെറ്റ് ബട്ടനാ ആഡ് ചെയ്ത് കിട്ടുക. ഇനി ഈ റീസെറ്റ് ബട്ടന്റെ പ്രത്യേകത, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫോം ഉപയോഗിച്ച് യൂസറിന്റെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ ഇൻഫർമേഷൻസ് ഒക്കെ വാങ്ങിയെടുത്തു, ടൈപ്പ് ചെയ്ത് യൂസർ വെച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ഈ റീസെറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോം ലോഡായപ്പോൾ എങ്ങനെയാണോ ഇരുന്നത്, അതായത് ആ ബോക്സുകളുടെ ഒന്നും ഉള്ളിൽ കണ്ടന്റുകളൊന്നും ഉണ്ടാവില്ല. പഴയപടിയായിട്ട് ഇനീഷ്യൽ സ്റ്റേറ്റിൽ എങ്ങനെയാണോ നമ്മുടെ വെബ് പേജ് ഇരുന്ന ആ അവസ്ഥയിൽ തന്നെ നമ്മുടെ കൺട്രോളുകളെ റെഡിയാക്കി തരും. അതായത് തൂത്ത് തുടച്ച് വൃത്തിയാക്കി തരുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബട്ടനാണ് റീസെറ്റ് എന്ന് പറയുന്നത്. അപ്പം അടുത്ത ആള് സബ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇൻപുട്ട് ടാഗിന്റെ ടൈപ്പ് ആട്രിബ്യൂട്ടിന് സബ്മിറ്റ് എന്ന് പറയുന്ന വാല്യൂ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഒരു സബ്മിറ്റ് ബട്ടൺ ആഡ് ചെയ്ത് കിട്ടുന്നത്. ഇനി ഈ സബ്മിറ്റ് ബട്ടന്റെ ഉപയോഗം, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ യൂസറിന്റെ കയ്യിൽ നിന്ന് ഈ ഫോമിന്റെ അകത്ത് വാങ്ങിയെടുത്തിരിക്കുന്ന വാല്യൂസ് ഉണ്ട്, ആ വാല്യൂസിനെ എല്ലാം സെർവറിലോട്ട് സെൻഡ് ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബട്ടനാണ് സബ്മിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ബട്ടൺ എന്ന് പറയുന്ന കൺട്രോൾ ഉണ്ട്. അപ്പൊ ബട്ടൺ എന്ന് പറയുന്ന ആളുടെ ഉപയോഗം യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാമറിന് അല്ലെങ്കിൽ ഈ വെബ് പേജ് ഡിസൈൻ ചെയ്ത വ്യക്തിക്ക് ആ ബട്ടണിൽ എന്തെങ്കിലും പ്രവർത്തികൾ ക്ലിക്ക് ചെയ്യുവോ, അല്ലെങ്കിൽ ആ ബട്ടന്റെ മേളിൽ മൗസ് കൊണ്ടുവയ്ക്കുകയോ, അല്ലെങ്കിൽ ആ ബട്ടണിൽ ഏതെങ്കിലും ഒരു ലെറ്റർ പ്രസ് ചെയ്യുവോ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി, എന്തെങ്കിലും ഒരു ഇവന്റ് നടപ്പാക്കുമ്പോൾ അതിന്റെ ഔട്ട്പുട്ടായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കണം. അത്തരം സിറ്റുവേഷനിൽ പ്രോഗ്രാമറിനെ അല്ലെങ്കിൽ വെബ് പേജ് ഡിസൈൻ ചെയ്യുന്ന വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്ന കൺട്രോളാണ് ബട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ചുള്ള എക്സാമ്പിൾ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അന്നേരം ഇത് മൂന്നും നല്ല കൃത്യമായിട്ട് മനസ്സിലായിക്കോളൂ കേട്ടോ. അപ്പൊ ഇത്രയും വാല്യൂസ്, അപ്പൊ എത്ര വാല്യൂസാ ഉള്ള? 7 വാല്യൂസ്. ഏത് ആട്രിബ്യൂട്ടിനാ? ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്. അപ്പൊ നോക്കിക്കേ, ടെക്സ്റ്റ്, ക്രിയേറ്റ് എ ടെക്സ്റ്റ് ബോക്സ്, password same as text box, but here characters are represented by coded symbols such as asterisk. Checkbox, create a checkbox where user can enter yes or no values, അതായത് ചെക്ക് ഓർ അൺചെക്ക്. അപ്പൊ നമ്മളത് ക്ലിക്ക് ചെയ്ത് ചെക്ക് ആക്കിയിട്ട് അത് ആ ടിക്ക് മാർക്ക് വീണിട്ടുണ്ടെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്ന ട്രൂവിനെ ആയിരിക്കും. അൺചെക്ക് ആണെങ്കിൽ എന്തിനാ റെപ്രസെന്റ് ചെയ്യും? ഫോൾസിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഇനി റേഡിയോ, സിമിലർ ടു ചെക്ക് ബോക്സ് ബട്ട് is used to select a single value from a group of values. അപ്പോൾ ചെക്ക് ബോക്സ് പോലെ തന്നെ, പക്ഷെ ഗ്രൂപ്പ് ഓഫ് വാല്യൂസിൽ നിന്ന് ഒരു സിംഗിൾ വാല്യൂ മാത്രമേ സെലക്ട് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റത്തുള്ളൂ? ഈ കൺട്രോളിനെ കൊണ്ട് പറ്റത്തുള്ളൂ. when multiple radio buttons are assigned with the same value for name attribute, users can select only one button at a time. അപ്പോൾ ഒന്നിലധികം റേഡിയോ ബട്ടൺസ് സെയിം പേര് കൊടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ യൂസറിനെ എത്ര ബട്ടൺ ഒരേ സമയത്ത് സെലക്ട് ചെയ്യാൻ പറ്റും? ഒറ്റൊരു ബട്ടനെ അറ്റ് എ ടൈം ചൂസ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. when the user changes the selection, the one that is already selected becomes deselect. അപ്പം നമ്മളിപ്പം സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി, മലയാളം, ഫ്രഞ്ച് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പം നമ്മൾ ആദ്യം മലയാളത്തിൽ ക്ലിക്ക് ചെയ്തു.
അപ്പോൾ അത് സെലക്ട് ആയി. വീണ്ടും നമ്മൾ ഹിന്ദിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ, മലയാളം ഡീസെലക്ട് ആകും, ഹിന്ദി സെലക്ട് ആകും. ആ സ്ഥാനത്ത് ചെക്ക് ബോക്സ് ആണെങ്കിലോ മലയാളത്തിൽ ക്ലിക്ക് ചെയ്തു, ഹിന്ദിയിൽ ക്ലിക്ക് ചെയ്താൽ മലയാളത്തിലും സെലക്ഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ ഹിന്ദിയിലും സെലക്ഷൻ ഉണ്ടാകും. അതാണ് വ്യത്യാസം. ചെക്ക് ബോക്സ് ഒന്നിലധികം ഇൻഫർമേഷനെ ചൂസ് ചെയ്യാം, റേഡിയോ ബട്ടൺ ഒരു സിംഗിൾ ഇൻഫർമേഷൻ. ഇനി അടുത്ത റീസെറ്റ്, എ സ്പെഷ്യൽ ബട്ടൺ യൂസ്ഡ് ടു ക്ലിയർ ഓൾ ദ എൻട്രീസ് മെയ്ഡ് ഇൻ ദ ഫോം ആൻഡ് ടു ബ്രിങ് ഇറ്റ് ടു ദി ഇനീഷ്യൽ സ്റ്റേറ്റ്. Submit, another special button used to submit all the entries made in the form to the server. Button creates a standard graphical button on the form. We can call functions on clicking this button. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടൈപ്പ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ്. അപ്പോൾ ഒന്നാമത്തെ ആട്രിബ്യൂട്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. 5 ആട്രിബ്യൂട്ടാണ് ഉള്ളത്. ഇനി രണ്ടാമനെ കുറിച്ച് പഠിക്കാം. രണ്ടാമൻ ഏതാ? നെയിം ആട്രിബ്യൂട്ട്. നെയിം ആട്രിബ്യൂട്ടിൻ്റെ ഉപയോഗം എന്തായിരിക്കും? യൂസ്ഡ് ടു നെയിം ദ കൺട്രോൾ, കൺട്രോളുകൾക്ക് പേര് കൊടുക്കുന്നതിന് വേണ്ടി. അപ്പം നമ്മൾ ഫോമിൻ്റെ അകത്ത് ഒന്നിലധികം ഇഷ്ടംപോലെ കൺട്രോൾസ് അല്ലെങ്കിൽ ഇഷ്ടംപോലെ എലമെൻറ്റ്സ് ആഡ് ചെയ്യും. അപ്പോൾ ഒരു വലിയൊരു പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഈ കൺട്രോൾസിനെയൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം, യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ഒരു ഫോമിൻ്റെ അകത്ത് ഒന്നിലധികം ടെക്സ്റ്റ് ബോക്സുകളൊക്കെ നമ്മൾ എടുത്തിടാറുണ്ട് അല്ലേ? അപ്പോൾ ആ ടെക്സ്റ്റ് ബോക്സുകളൊക്കെ നമുക്ക് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കൺട്രോളുകൾക്കൊക്കെ പേര് കൊടുത്ത് വെക്കണം. അങ്ങനെ ഓരോ കൺട്രോളിനും പേര് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ഏതെന്ന് പറയുന്നത്? നെയിം എന്ന് പറയുന്നത്. അപ്പം നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ നമുക്ക് ഇഷ്ടമുള്ള ഏത് വാല്യൂ വേണേലും പേരായിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ആട്രിബ്യൂട്ടാണ് വാല്യൂ ആട്രിബ്യൂട്ട്. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് ശ്രദ്ധിച്ചെന്തെന്ന് മനസ്സിലാക്കണം. യൂസ്ഡ് ടു പ്രൊവൈഡ് എ ഡിഫോൾട്ട് വാല്യൂ ടു ഓർ ഇൻ എ കൺട്രോൾ. അപ്പോൾ ഒരു കൺട്രോളിന് ഡീഫോൾട്ടായിട്ട് വാല്യൂ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു കൺട്രോളിൻ്റെ അകത്തോട്ടേക്ക് ഡീഫോൾട്ട് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് വാല്യൂ എന്ന് പറയുന്നത്. ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ടുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ആ ടെക്സ്റ്റ് ബോക്സിനുള്ളിൽ എൻറ്റർ യുവർ നെയിം ഹിയർ എന്നൊരു ക്യാപ്ഷൻ നമുക്ക് കൊടുക്കണം എന്നിരിക്കട്ടെ. അപ്പോൾ ആ ടെക്സ്റ്റ്, അതായത് ഫോം ലോഡായി വരുന്ന അവസരത്തിൽ ടെക്സ്റ്റ് ബോക്സ് കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇച്ചിരിയും കൂടി ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കുക, ഡീഫോൾട്ട് വാല്യൂ പ്രൊവൈഡ് ചെയ്യുക. എന്താണ്? എൻറ്റർ യുവർ നെയിം ഹിയർ എന്നുള്ളത്. അപ്പോൾ ആ എൻറ്റർ യുവർ നെയിം ഹിയർ എന്ന് വാല്യൂ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടാഗ് ആട്രിബ്യൂട്ട് ഏതായിരിക്കും? നമ്മുടെ ഇൻപുട്ട് ടാഗിൻ്റെ ഏത് ആട്രിബ്യൂട്ട്? വാല്യൂ ആട്രിബ്യൂട്ടിന് ഡബിൾ കോട്ട്സിലിട്ട് എൻറ്റർ യുവർ നെയിം ഹിയർ എന്നുള്ള മെസ്സേജ് കൊടുക്കുക. ഓക്കെ, ഇനി ഇതൊക്കെ വാല്യൂ ടു എ കൺട്രോൾ എന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ റേഡിയോ ബട്ടൺ, ചെക്ക് ബോക്സ് പോലത്തെ കൺട്രോൾസ് ഉണ്ട്. അപ്പോൾ റേഡിയോ ബട്ടണും ചെക്ക് ബോക്സും നമുക്ക് ഉള്ളിലൊന്നും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റത്തില്ല, ചൂസ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ വാല്യൂ ട്രൂ ഓർ ഫോൾസ് എന്നായിരിക്കും. അപ്പം ഇനി നമുക്ക് ഏത് ബോക്സിനെയാണോ സെലക്ട് ചെയ്യുന്നത്, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റത്തിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാൻ റേഡിയോ ബട്ടൺ ഹെൽപ്പ് ചെയ്യും. ഗ്രൂപ്പ് ഓഫ് ഐറ്റത്തിൽ നിന്ന് ഒന്നിലധികം ആളുകളെ സെലക്ട് ചെയ്യാൻ ചെക്ക് ബോക്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് ഐറ്റങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഈ റേഡിയോ ബട്ടണും ഈ ചെക്ക് ബോക്സിനും എല്ലാം ഒരേ പേര് കൊടുത്താലേ നമുക്ക് ആ ഒരു സിംഗിൾ ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ അതിൽ ഏതിനെയാണോ സെലക്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വാല്യൂ ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ ആ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അതൊക്കെ വലിയ വലിയ പ്രോഗ്രാം ടൈമിൽ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനില്ല. അപ്പോൾ എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ആട്രിബ്യൂട്ട്, നമ്മുടെ നാലാമത്തെ ആട്രിബ്യൂട്ട് ഏതാ? നാലാമത്തെ ആട്രിബ്യൂട്ട് സൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. അപ്പോൾ ഈ സൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് 2 കൺട്രോൾസിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആരുടെയൊക്കെ കൂടെയാണ്? ടെക്സ്റ്റ് ബോക്സിൻ്റെ കൂടെയും പാസ്വേഡ് ബോക്സിൻ്റെ കൂടെയും മാത്രമേ സൈസിന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ കൺട്രോളിൻ്റെ വിഡ്ത്ത്, അതായത് ഇപ്പം ടെക്സ്റ്റ് ബോക്സിൻ്റെ കൂടെ സൈസ് ആട്രിബ്യൂട്ടിന് 5 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തെന്നിരിക്കട്ടെ. അപ്പോൾ 5 ക്യാരക്ടേഴ്സിന് കാണാവുന്ന രീതിയിൽ അത്രയും വലിപ്പമുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് ആയിരിക്കും നമുക്ക് നമ്മുടെ വെബ് പേജിൽ ഇൻക്ലൂഡ് ചെയ്ത് കിട്ടുക. ഇപ്പം സൈസ് ഇസ് ഈക്വൽ ടു 25 എന്ന് കൊടുത്തെന്നിരിക്കട്ടെ. അപ്പോൾ 25 ക്യാരക്ടേഴ്സിന് കാണാവുന്ന രീതിയിൽ വലിപ്പമുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് ആയിരിക്കും നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ പാസ്വേഡ് ബോക്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് ആ കൺട്രോളിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ. അതായത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പോൾ 20 എന്നാണെങ്കിൽ 20 ക്യാരക്ടേഴ്സ്. ഇനി 20 എണ്ണവും കൃത്യമായിട്ട് പറ്റത്തില്ല കേട്ടോ. ആ ക്യാരക്ടേഴ്സിൻ്റെ ഫോണ്ടും അവയുടെ സൈസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്താണ് സൈസ് വരുന്നത് കേട്ടോ. എന്നാലും ആ ലെങ്ത് ക്രമീകരിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ഏതെന്ന് പറയുന്നത്? സൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അപ്പോൾ സൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ എങ്ങനെയാണ് കൊടുക്കുക?
ഇൻറ്റിജർ വാല്യൂ, അതായത് ക്യാരക്ടേഴ്സിൻ്റെ എണ്ണമാണ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നോക്കിക്കേ, യൂസ്ഡ് along with the text and password input types sets the width of the കൺട്രോളിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത അഞ്ചാമത്തെ ആട്രിബ്യൂട്ട് ഏതാ? അഞ്ചാമത്തെ ആട്രിബ്യൂട്ട് എന്ന് നോക്കിയേ, മാക്സ് ലെങ്ത് എന്നാണ് അഞ്ചാമത്തെ ആട്രിബ്യൂട്ടിന്റെ പേര്. അപ്പൊ ഈ മാക്സ് ലെങ്ത് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും ടെക്സ്റ്റിന്റെയും പാസ്വേഡിന്റെയും കൂടെ മാത്രമേ, ഈ രണ്ട് കൺട്രോൾസിന്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി ഇതിന്റെ ഉപയോഗം, നമുക്ക് ഒരു ടെക്സ്റ്റ് ബോക്സിൽ യൂസറിന്റെ കയ്യിൽ നിന്ന് എത്ര ക്യാരക്ടേഴ്സ് വാങ്ങണം, അല്ലെങ്കിൽ യൂസറിന് എത്ര ക്യാരക്ടേഴ്സിനെ ആ ടെക്സ്റ്റ് ബോക്സിനുള്ളിൽ എൻ്റർ ചെയ്ത് വെക്കാൻ പറ്റും, അത് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആ മാക്സ് ലെങ്ത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ മാക്സ് ലെങ്ത് എന്ന് പറഞ്ഞ് 3 എന്ന് സെറ്റ് ചെയ്തിരിക്കുകയാണ്. മാക്സ് ലെങ്ത് ഈസ് ഈക്വൽ ടു 3 എന്ന് കൊടുത്തിരിക്കുക, ഡബിൾ കോട്ട്സിനുള്ളിൽ 3 ഉണ്ട്. അപ്പം ഞാൻ ആ ടെക്സ്റ്റ് ബോക്സിനുള്ളിൽ എനിക്ക് 3 ക്യാരക്ടേഴ്സിനെ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. 4ാമത് 5ാമതും ഒക്കെ ക്യാരക്ടേഴ്സ് കൊടുത്താൽ ആ ബോക്സിൽ എൻ്റർ ആകത്തില്ല. അപ്പോൾ ഒരു ബോക്സിനുള്ളിൽ, അതായത് ഒരു ടെക്സ്റ്റ് ബോക്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു പാസ്വേഡ് ബോക്സിനുള്ളിൽ ഒരു യൂസറിന് എത്ര ക്യാരക്ടേഴ്സിനെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും, അത് ഡിസൈഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ഏതെന്ന് പറയുന്നത് മാക്സ് ലെങ്ത്. ഏത് ടാഗിന്റെ? ഇൻപുട്ട് ടാഗിന്റെ. നോക്കിക്കേ, ആപ്ലിക്കബിൾ only to text and password input types, used to limit the number of characters that the user can input to the control. അപ്പോൾ യൂസറിന്റെ ഒരു കൺട്രോളിന്റെ ഉള്ളിലോട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാവുന്ന ക്യാരക്ടേഴ്സിന്റെ എണ്ണം ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് മാക്സ് ലെങ്ത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ 5 ആട്രിബ്യൂട്ടുകളായിരുന്നു പഠിക്കാനുള്ളത്. അപ്പോൾ 5 ആട്രിബ്യൂട്ടുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ രണ്ടാമത്തെ ടാഗാണ് ടെക്സ്റ്റ് ഏരിയ ടാഗ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ടാഗിനെ കുറിച്ച് പഠിച്ചു. നമ്മൾ 3 ടാഗുകൾ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ആകെ ഒരു 9 കൺട്രോൾസ് ഉണ്ട്. ആ 9 കൺട്രോൾസ് അല്ലെങ്കിൽ ആ 9 എലമെന്റ്സിനെ നമ്മുടെ വെബ് പേജിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ടാഗുകളാണ് ഹെൽപ്പ് ചെയ്യണേന്ന് നമ്മൾ പഠിച്ചു വെച്ചിരുന്നു അല്ലേ. അതിൽ ഇൻപുട്ട് ടാഗിനെ കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ആളാണ് ടെക്സ്റ്റ് ഏരിയ ടാഗ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ഏരിയ ടാഗിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഉപയോഗം, ഒന്നിലധികം ലൈൻ ഓഫ് ഇൻഫർമേഷൻസ് നമുക്കൊരു കൺട്രോളിൻ്റെ അകത്ത് വാങ്ങിയെടുക്കണം. ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ചാണെങ്കിൽ ഒരു സിംഗിൾ ലൈൻ ഇൻഫർമേഷനെ നമുക്ക് വാങ്ങിയെടുക്കാനായിട്ട് പറ്റത്തുണ്ടായിരുന്നു. അപ്പോൾ മൾട്ടി ലൈൻ ഇൻഫർമേഷൻസ് നമുക്ക് വാങ്ങിയെടുക്കണം എന്നിരിക്കട്ടെ. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടാഗാണ് ടെക്സ്റ്റ് ഏരിയ ടാഗ്. ദിസ് ടാഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ റിച്ച് ടെക്സ്റ്റ് എഡിറ്റ് ബോക്സ് ഓർ ഫീൽഡ്. അപ്പൊ ടെക്സ്റ്റ് ഏരിയ ടാഗ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക? റിച്ച് ടെക്സ്റ്റ് ബോക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ അതായത് ഒന്നിലധികം ലൈൻ ഓഫ് ഇൻഫർമേഷൻസ് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് ബോക്സിനാണ് റിച്ച് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ റിച്ച് ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടാഗാണ് ടെക്സ്റ്റ് ഏരിയ ടാഗ്. Rich text box is used to hold multi-line information. അപ്പോൾ റിച്ച് ടെക്സ്റ്റ് ബോക്സ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക? ഒന്നിലധികം ലൈൻ ഓഫ് ഇൻഫർമേഷൻസിനെ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റിച്ച് ടെക്സ്റ്റ് ബോക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഇനി ടെക്സ്റ്റ് ഏരിയ ടാഗിന്റെ പ്രത്യേകത, ഇതൊരു കണ്ടെയ്നർ ടാഗാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. ഇനി ടെക്സ്റ്റ് ഏരിയ ടാഗിനും ഉണ്ട് ആട്രിബ്യൂട്ട്. അപ്പോൾ ഏത് ടാഗിന് ആട്രിബ്യൂട്ട്സ് ഉണ്ട്? ഇനി ടെക്സ്റ്റ് ഏരിയ ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് ഒരു 3 ആട്രിബ്യൂട്ട്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ നെയിം ആട്രിബ്യൂട്ട്, സെക്കൻഡ് വൺ റോസ് ആട്രിബ്യൂട്ട്, തേർഡ് വൺ കോൾസ് ആട്രിബ്യൂട്ട്. അപ്പോൾ 3 ആട്രിബ്യൂട്ടിൽ ഒന്നാമൻ നെയിം, രണ്ടാമൻ റോസ്, മൂന്നാമൻ കോൾസ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ നെയിം, പേര് സൂചിപ്പിക്കുന്നത് പോലെ നെയിം ആട്രിബ്യൂട്ട് എന്തിനു വേണ്ടിയിട്ടെന്ന് നമുക്കറിയാം. എന്തിനു വേണ്ടിയിട്ടാ? യൂസ്ഡ് ടു ഗീവ് എ നെയിം ടു ദി കൺട്രോൾ. അപ്പോൾ കൺട്രോളിന് പേര് കൊടുക്കാൻ. അപ്പോൾ നമുക്കറിയാം ഒന്നിലധികം റിച്ച് ടെക്സ്റ്റ് ബോക്സ് ഒക്കെ നമുക്ക് ഒരു വെബ് പേജിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതിനെ നമുക്ക് യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്തെടുക്കണം. അങ്ങനെ പേര് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാ ഏതെന്ന് പറയുന്നത് നെയിം എന്ന് പറയുന്നത്. ഇനി അടുത്ത ആളെ റോസ് എന്ന് പറയുന്നത്. നോക്കിക്കേ എന്നാണ്. ദിസ് ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദ നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദി ബോക്സ്. അപ്പോൾ ആ ബോക്സിൻ്റെ അകത്ത് എത്ര ലൈൻ ഇൻഫർമേഷൻ വേണം, അതായത് ഹൈറ്റ്, ആ ബോക്സിൻ്റെ ഹൈറ്റ് നമ്മളൊരു വെബ് പേജിലോട്ട് അല്ലെങ്കിൽ ഒരു ഫോമിലോട്ട് ഈ റിച്ച് ടെക്സ്റ്റ് ബോക്സ് എടുത്തിടുമ്പോൾ അതിൻ്റെ ഹൈറ്റ്, അതായത് ഒരു സമയത്ത് എത്ര ലൈൻ ഓഫ് ഇൻഫർമേഷനെ കാണണം, അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ 5 എന്നാ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ ടെക്സ്റ്റ് ബോക്സിനുള്ളിൽ 5 ലൈൻ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും.
ആറാമത്തെ ലൈനൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രോൾ ബാറുകളൊക്കെ വന്ന് മേളിലോട്ട് കയറി പോകും. അങ്ങനെ എത്ര ലൈൻ ഓഫ് ഇൻഫർമേഷൻസ്, അതായത് ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഹൈറ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ 5 റോസ് അല്ലെങ്കിൽ 5 ലൈൻസ് ഒറ്റയടിക്ക് കാണാവുന്ന രീതിയിലായിരിക്കും റോസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് 5 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്താൽ നമുക്ക് ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ ദിസ് ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദ നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദി ബോക്സ്, അതായത് അതിൻ്റെ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യാം. ഇനി അടുത്ത കോൾസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്, ദിസ് ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ഈച്ച് ലൈൻ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ലൈനിൽ എത്ര ക്യാരക്ടേഴ്സ് വരെ ഉണ്ടാകാം. ഇപ്പം കോൾസ് ഇസ് ഈക്വൽ ടു 20 എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ലൈനിൽ എത്ര ക്യാരക്ടേഴ്സ് വരെ എനിക്ക് ടൈപ്പ് ചെയ്യാം? 20 ക്യാരക്ടേഴ്സ് വരെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ 21ാമത്തെ ക്യാരക്ടർ ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങോട്ടേക്ക് പോകും? അടുത്ത ലൈനിലോട്ട് പോകും. അപ്പോൾ അടുത്ത ലൈനിലും എനിക്ക് മാക്സിമം 20 വരെ, ദെൻ അടുത്ത ലൈൻ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്ന ടാഗിൻ്റെ ആട്രിബ്യൂട്ടുകൾ. ഓക്കെ, അപ്പം നമ്മൾ ഇൻപുട്ട് ടാഗും പഠിച്ചു, ടെക്സ്റ്റ് ഏരിയ ടാഗും പഠിച്ചു. ഇനി നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ദേ ഈ രീതിയിലൊരു വെബ് പേജ് ഒന്ന് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഇതൊരു ഫോമാണ്. നെയിമും പാസ്വേഡും ഒക്കെ എൻ്റർ ചെയ്തത് ഇവിടെ ഒരു ക്ലിയർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു സെൻഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന അല്ലെങ്കിൽ വെബ് പേജ് ലഭ്യമാകുന്ന ഒരു HTML ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യണം. നോക്കാം. HTML ഡോക്യുമെന്റ് ആണോ? എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? HTML ടാഗിനുള്ളിൽ കൊടുക്കണം. അതിന് ഹെഡ് പോർഷൻ ഉണ്ട്. അപ്പോൾ ഹെഡിന് ഉള്ളിൽ ടൈറ്റിൽ ടാഗിനുള്ളിൽ നമ്മൾ ലോഗിൻ കൊടുത്ത് വെച്ചിരിക്കുകയാണേ. ഇനി അടുത്ത ബോഡിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ അതേത് ഈ നല്ല പിങ്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് BG കളർ ഇസ് ഈക്വൽ ടു പിങ്ക് എന്ന് പ്രൊവൈഡ് ചെയ്തു. ഇനി ഇതുപോലത്തെ ആളുകളെ നമുക്ക് റെഡി ആക്കണോ? ആരാ? യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ വാങ്ങിയെടുക്കുന്ന തരത്തിലാണ് നമ്മൾ ആളുകളെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യണ ആരാ? ഫോം ടാഗാണ്, ഫോമുകളാണ്. അപ്പോൾ ഫോം ടാഗാണ് ഹെൽപ്പ് ചെയ്യുക. അപ്പം ഞാനിവിടെ ഫോം സ്റ്റാർട്ട് ചെയ്തേ. ഫോം എന്ന് പറയുന്നത് കണ്ടെയ്നർ ടാഗാണ്. അപ്പോൾ ഈ കണ്ടെയ്നർ ടാഗ് ഇവിടെ കൊടുത്തു. ഇനി ഫോം ടാഗിന് ഇഷ്ടംപോലെ ആട്രിബ്യൂട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ഒന്നുമില്ല, 2-3 ആട്രിബ്യൂട്ടുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാ? അതിൻ്റെ അകത്ത് ആക്ഷൻ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ആട്രിബ്യൂട്ടിൻ്റെ ഉപയോഗം എന്താ? ഈ ഫോം ഉപയോഗിച്ച് വാങ്ങിയെടുക്കുന്ന വാല്യൂസിനെ സെർവറിൽ ഏത് പ്രോഗ്രാമാണോ ഹാൻഡിൽ ചെയ്യണേ അയാളുടെ അയാളുടെ URL അല്ലേ? അപ്പോൾ എൻ്റെ login.php എന്ന് പറയുന്ന ഫയലാണ് ഈ ഫോമിൻ്റെ അകത്ത് നിന്ന് ഞാൻ കൊടുക്കുന്ന ഇൻഫർമേഷനെ ഹാൻഡിൽ ചെയ്യുന്നതെന്നിരിക്കട്ടെ. അതിവിടെ പ്രൊവൈഡ് ചെയ്യും. ഇനി മെത്തേഡ്, അതായത് സെർവറിലോട്ട് ഈ ഇൻഫർമേഷൻ എങ്ങനെ സെൻഡ് ചെയ്യാം അല്ലേ? ഏതാ ഈ ഫയലിനോട് ചേർത്ത് അറ്റാച്ച് ചെയ്ത് പ്ലെയിൻ ആയിട്ട് സെൻഡ് ചെയ്യണോ, അതോ സെപ്പറേറ്റ് ഫയലായിട്ട് ആരും കാണാത്ത തരത്തിൽ സെൻഡ് ചെയ്യണോ, അത് സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? മെത്തേഡ്. അപ്പം മെത്തേഡിന് ഇവിടെ ഞാൻ കൊടുത്തു വെച്ചിരിക്കുന്ന വാല്യൂ പോസ്റ്റ് ആണ് കേട്ടോ. പോസ്റ്റ് ആണെങ്കിൽ എന്നാ സംഭവിക്കുന്നത്? സെപ്പറേറ്റ് ഫയലായിട്ടായിരിക്കും സെൻഡ് ചെയ്യുക. ഇനി പി ടാഗ് കൊടുത്തേക്കുക. പി ടാഗിൻ്റെ ഉപയോഗമൊക്കെ നമുക്കറിയാം, പാരഗ്രാഫ് അല്ലേ? അപ്പം അതിന് ശേഷമൊക്കെ ലൈൻ സ്പേസുകൾ കിട്ടും. ഇവിടെ പി ടാഗ് ഒന്നും കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല, BR ടാഗ് കൊടുത്താൽ മതി. ഇത് പുസ്തകത്തിൽ അതേപടി ഞാൻ അങ്ങ് കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളേ. അപ്പോൾ പി ടാഗ് കഴിഞ്ഞ് വെച്ച് നെയിം എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ, അതായത് ഈ പേരാ ഇവിടെ കിട്ടണ്ടേ, നെയിം. അത് കഴിഞ്ഞ് നോക്കിക്ക് ഇത്തിരി സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട്. നെയിമും ആ കൺട്രോളും തമ്മിൽ ഇത്തിരി സ്പേസ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതേ സ്പേസ് വരുത്തണം. നമ്മൾ നമ്മുടെ ജീനിയിൽ ചുമ്മാ സ്പേസ് ഇട്ട് കൊടുത്താൽ, സ്പേസ് ബാർ പ്രസ് ചെയ്ത് സ്പേസ് ഇട്ട് കൊടുത്താൽ ആ എഫക്റ്റ് വെബ് പേജ് കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ വെബ് പേജിൽ ഒന്നിലധികം സ്പേസുകൾ പ്രൊവൈഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യണത് ആരാ? ആംപർസാൻഡ് NBSP സെമിക്കോളൻ അല്ലേ? അപ്പോൾ 1, 2, 3 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 സ്പേസുകൾ ഇങ്ങോട്ടേക്ക് മാറിയിരിക്കും. ഇനി നമുക്കിവിടെ വേണ്ടത് എന്നതാ? ഈ ഒരു ബോക്സാണ്, നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് ആയത് അല്ലേ? അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് എടുത്തിടണോ? നമ്മളെ ഹെൽപ്പ് ചെയ്യണത് ആരാ? ഇൻപുട്ട് ടാഗ്. ഇനി അതിൻ്റെ ഏത് ആട്രിബ്യൂട്ട് ഉപയോഗിച്ചാൽ ടെക്സ്റ്റ് ബോക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടേ? ടൈപ്പ് ആട്രിബ്യൂട്ട് ഉപയോഗിച്ചു. അപ്പോൾ ടൈപ്പ് ഇസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിനുള്ളിൽ ടെക്സ്റ്റ് എന്ന് വാല്യൂ കൊടുത്തു. ഇനി ഇഷ്ടംപോലെ ടെക്സ്റ്റ് ബോക്സുകളൊക്കെ വരാം, അതുകൊണ്ട് ഞാൻ നെയിം ആട്രിബ്യൂട്ട്, ഇനി നമ്മൾ ചെയ്യുമ്പോൾ നെയിം ആട്രിബ്യൂട്ട് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊന്നും കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് ഫസ്റ്റ് നെയിം എന്ന് പേര് കൊടുത്തു. ഇനി ഇതിൻ്റെ സൈസ്, എത്ര ലെങ്ത് വേണ്ടേ? സൈസ് ഇസ് ഈക്വൽ ടു 30. മാക്സ് ലെങ്ത്, മാക്സിമം എത്ര ക്യാരക്ടേഴ്സ് യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കത്തുള്ളൂ? 25 വാങ്ങിയെടുക്കത്തുള്ളൂ. പി ടാഗ് ക്ലോസ് ചെയ്തു. വീണ്ടും പി ടാഗ്. അപ്പോൾ ഇവരുടെ ഇടയിൽ 2 ലൈൻ കിട്ടും അല്ലേ?
ഓക്കെ, പാസ്വേഡ് എന്ന് ഇവിടെ എഴുതി വെച്ചേക്കുക. പാസ്വേഡ് കഴിഞ്ഞ് വെച്ച് ഞാൻ ഒരു സ്പേസും യൂസ് ചെയ്യുക, ഒരു MBSP ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നോക്കിയാൽ അതിനോട് ചേർന്നായിരിക്കും ഈ ഇൻഫർമേഷൻ വന്നത്. ഇനി അടുത്ത് ഇത് ഏത് ബോക്സാ? പാസ്വേഡ് ബോക്സാ. അപ്പോൾ പാസ്വേഡ് ബോക്സ് എടുത്തിട്ടുണ്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യണത് ആരാ? ഇൻപുട്ട് ടാഗ്. അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്ത് വാല്യൂ കൊടുക്കണം? പാസ്വേഡ് എന്ന് പറയുന്ന വാല്യൂ കൊടുക്കണം. ഇനി ഞാൻ നെയിം കൊടുത്തേ. നെയിം ഏതാ? PSSWD എന്നാ പേര് കൊടുത്തേക്കുന്നത്. ഇനി സൈസ്, ഇതിൻ്റെ ഈ ലെങ്ത് 30 ഇനിയോ മാക്സ് ലെങ്ത്, ഇതിൻ്റെ അകത്തും യൂസറിൻ്റെ കയ്യിൽ നിന്ന് മാക്സിമം എത്ര ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ? 25 പറ്റത്തുള്ളൂ. P ടാഗും ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് BR ടാഗ് ക്ലോസ് ചെയ്യുക. അപ്പോൾ അതേ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം വന്നു അല്ലേ? ഇനി നോക്കിക്കേ, ഇങ്ങോട്ട് ചേർന്നാണോ ഈ 2 ബട്ടണുകൾ എടുത്തിട്ടേക്കണേ? അല്ല, ഇത്തിരി സ്പേസ് ഉണ്ട്. അപ്പോൾ നോക്കിയേ, ആംപ്രസാൻഡ് NBSP കുറേ പ്രാവശ്യം കൊടുത്തു വെച്ചേക്കുക. അതാ ഇവിടെ വരെ സ്പേസ് കിട്ടണം. അത് നമ്മൾ നോക്കി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അതാ ഇനി ഇത് ക്ലിയർ ആ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ അറിയാം, ഇത്തല് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നാ ചെയ്യണം? കണ്ടന്റ് ക്ലിയർ ആകണം അല്ലേ? ഇത്തല് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കണ്ടന്റ് ക്ലിയർ ആക്കണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബട്ടൺ ഏതാ? റീസെറ്റ്. ഇൻഫർമേഷൻ സെർവറിലോട്ട് എത്തിക്കണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബട്ടൺ ഏതാ? സബ്മിറ്റ്. അപ്പോൾ ഇത് ആ ബട്ടൻ്റെ ഉള്ളിൽ ക്ലിയർ എന്നും ഈ ബട്ടൻ്റെ ഉള്ളിൽ സെൻഡ് എന്നും എഴുതി വന്നിരിക്കുന്നത്. അപ്പം ആര് ഉപയോഗിച്ചായിരിക്കും? നോക്കിക്കേ, ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു റീസെറ്റ്. ഇനി ഇതിൽ ഡീഫോൾട്ടായിട്ട് എഴുതി വന്നിരിക്കുന്ന വാല്യൂ ഏതാ? ക്ലിയർ എന്നാണ് അല്ലേ? അപ്പോൾ വാല്യൂ ഇസ് ഈക്വൽ ടു ക്ലിയർ എന്ന് കൊടുത്തു. അപ്പോൾ ദാ ഇതിൻ്റെ ഉള്ളിൽ ക്ലിയർ ആയി. ഇനി അടുത്തത് ഇൻപുട്ട്. ഇത് അടുത്ത ലൈനിൽ ഒന്നുമല്ല, ഇതിനോട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ BR ടാഗ് ഒന്നും യൂസ് ചെയ്യേണ്ട, അതിനോട് ചേർന്ന് അടുത്ത ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു സബ്മിറ്റ്. ആ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ എടുത്തിടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എഴുതി വരേണ്ട ഇൻഫർമേഷൻ സെൻഡ് എന്നാണ്. അപ്പോൾ വാല്യൂ ഇസ് ഈക്വൽ ടു സെൻഡ്. ഇനി വല്ലവരും ഉണ്ടോ? ഫോം ടാഗും ക്ലോസ് ചെയ്തു, ബോഡി ടാഗും ക്ലോസ് ചെയ്തു, HTML ടാഗും ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാ നോക്കിക്കേ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇതാ പിങ്ക് കളർ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടൈറ്റിൽ ബാറിൽ നമ്മൾ കൊടുത്തു വെച്ചിരുന്ന ലോഗിൻ ആയിരുന്നു, അതിവിടെ വന്നിട്ടുണ്ട് അല്ലേ? പിന്നെ ഇതേ നെയിം എന്ന് നമ്മൾ എഴുതി കൊടുത്തിരുന്നു. P ടാഗിനുള്ളിലാണ് നമ്മൾ കൊടുത്തിരുന്ന പാരഗ്രാഫ് ടാഗ്. ഇതൊരു P ടാഗിനുള്ളിലാണ്, ഇത് മറ്റൊരു P ടാഗിനുള്ളിലായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അതായ ഇടയിലെ ഗ്യാപ്പൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പം നെയിം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തതിന് ശേഷം നമ്മൾ ഇത്തിരി സ്പേസ് യൂസ് ചെയ്തിരുന്നു. ആംപ്രസാൻഡ് NBSP സെമിക്കോളൻ യൂസ് ചെയ്ത് സ്പേസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് ദാ ഈ കൺട്രോളും ഈ നമ്മുടെ ഈ ഇൻഫർമേഷൻ്റെ ഇടയിൽ സ്പേസ് വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി ഇത് നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് കൺട്രോളാണ് എടുത്തിട്ടിരുന്നത്. ടെക്സ്റ്റ് ബോക്സ് കൺട്രോളിന് കുറച്ച് ആട്രിബ്യൂട്ടുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ സൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ കൊടുത്തു വെച്ചിരുന്നത് 30 ആയിരുന്നു. അതായത് 30 ക്യാരക്ടേഴ്സിനെ കാണിക്കാവുന്ന രീതിയിൽ സൈസാണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പം ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ ഫോണ്ടിൻ്റെയും അതിൻ്റെ സൈസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നോർമലായിട്ടൊരു 30 ക്യാരക്ടേഴ്സ് ഒറ്റയടിക്ക് നമുക്ക് കാണാവുന്ന വലുപ്പത്തിലുള്ള ഒരു കൺട്രോളാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ മാക്സ് ലെങ്ത് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? മാക്സ് ലെങ്ത് ആട്രിബ്യൂട്ടിൻ്റെ പ്രത്യേകത നമുക്കറിയാം. എന്താ? ഈ കൺട്രോളിൻ്റെ അകത്ത് എത്ര ക്യാരക്ടേഴ്സ് മാക്സിമം നമുക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ? 25 ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ, അപ്പം നമുക്കൊന്ന് നോക്കാം. നമ്മുടെ പേര് ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ 25 ആകുമ്പോൾ നിൽക്കുന്നുണ്ടോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25. ഞാൻ 26ഉം 27ഉം ഒക്കെ ടൈപ്പ് ചെയ്തു, അവിടെ കിട്ടുന്നില്ല. അപ്പം മാക്സിമം യൂസറിൻ്റെ കയ്യിൽ നിന്ന് 25 ക്യാരക്ടേഴ്സേ ഈ കൺട്രോൾ വാങ്ങിയെടുക്കത്തുള്ളൂ. കാരണം മാക്സ് ലെങ്ത് പ്രോപ്പർട്ടി സെറ്റ് ചെയ്തതുകൊണ്ട്. ഓക്കെ, ഇനി ആദ്യത്തെ P ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത വീണ്ടും മറ്റൊരു P ടാഗ് തുടങ്ങി. അപ്പോൾ ദാ ഇവിടെ ഇത്രയും ഗ്യാപ്പ് വന്നിരിക്കുന്നു. ഇനി ഇവിടെ P ടാഗ് കൊടുക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് ആരെ യൂസ് ചെയ്താൽ മതി? അടുത്ത ലൈനിലോട്ട് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് BR ടാഗ് യൂസ് ചെയ്താൽ മതി. നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി പാസ്വേഡ്. ഇനി നോക്കിക്കേ, പാസ്വേഡ് എന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആംപ്രസാൻഡ് NBSP ഒന്ന് ഉപയോഗിച്ച് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദേ ഈ കൺട്രോളും നമ്മളുടെ ഇൻഫർമേഷനും വളരെ അടുത്ത് വന്നിരിക്കുന്നു. ഓക്കെ, ഇനി ഈ ബോക്സിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇത് ഏത് ബോക്സാ? പാസ്വേഡ് ബോക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻഫർമേഷൻസ് പ്ലെയിൻ ആയിട്ട് വരത്തില്ല, സിമ്പലുകളുടെ രൂപത്തിലേ വരത്തുള്ളൂ. ഇനി ഈ പാസ്വേഡ് ബോക്സിനും നമ്മൾ ആട്രിബ്യൂട്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൈസ് ആട്രിബ്യൂട്ട് നമ്മൾ കൊടുത്തു വെച്ചിരുന്നത് 30 തന്നെ, മാക്സ് ലെങ്ത്തും 25 തന്നെയാണ് കൊടുത്തു വെച്ചിരുന്നത് അല്ലേ? അപ്പോൾ നോക്കാം, ഞാനിവിടെ പാസ്വേഡ് ഒന്ന് കൊടുത്തു നോക്കുവാണേ. അപ്പോൾ എൻ്റെ പാസ്വേഡ് ഇതാ പാസ്വേഡ് ബോക്സിൻ്റെ അകത്ത് പാസ്വേഡ് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ലെറ്റേഴ്സ് ആണോ പോകുന്നത്? ഇല്ല, അതിനെ കൺവേർട്ട് ചെയ്ത് ഈ രീതിയിലായിരിക്കും പാസ്വേഡ് ബോക്സിൻ്റെ അകത്ത് ഇൻഫോർമേഷൻസ് എൻ്റർ ആകും.
ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ BR ടാഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ദേ ഇവിടെ നിന്ന് റൈറ്റിലോട്ട് ഇഷ്ടംപോലെ സ്പേസ് മാറിയിട്ടാണ് നമ്മുടെ അടുത്ത രണ്ട് കൺട്രോൾസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രസാന്റ് NBSP കൊടുത്തു വെച്ചിരിക്കുന്നതിന്റെ സ്പേസ് ഗ്യാപ്പാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ റീസെറ്റ് ബട്ടണാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. റീസെറ്റ് ബട്ടന്റെ വാല്യൂ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം വാല്യൂ ആട്രിബ്യൂട്ടിന്റെ ഉപയോഗം നമുക്കറിയാം. എന്താ, ഒരു കൺട്രോളിന്റെ ഉള്ളിൽ എന്ത് ഇൻഫർമേഷൻ ആണോ എഴുതി വരേണ്ടത് അത് പ്രൊവൈഡ് ചെയ്യാൻ. അപ്പൊ അതേ ഈ ബട്ടനുള്ളിൽ ക്ലിയറിനായിരുന്നു എഴുതി വരേണ്ടത്. വാല്യൂ ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് നമ്മൾ കൊടുത്തു. ഇത് നമ്മുടെ സബ്മിറ്റ് ബട്ടനാണ്. വാല്യൂ ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് ഈ സബ്മിറ്റ് ബട്ടൺ എന്തെന്നാ വാല്യൂ കൊടുക്കുന്നത്? സെൻഡ് എന്ന്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് സെൻഡ് എന്ന് എഴുതി വന്നു കേട്ടോ. ഓക്കെ, ക്ലിയർ പറയുന്ന ബട്ടന്റെ ഉപയോഗം നമുക്കറിയാം. എന്താ, നമ്മൾ കൺട്രോൾസിനുള്ളിൽ കൊടുത്തു വെച്ചിരിക്കുന്ന വാല്യൂസിനെയൊക്കെ ക്ലിയർ ചെയ്യാൻ. നോക്കിക്കേ, ക്ലിയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ വാല്യൂസ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ നെയിം എൻ്റർ ചെയ്തു, പാസ്വേഡ് എൻ്റർ ചെയ്തു. ഇനി സെൻഡ് എന്ന് പറയുന്ന ബട്ടന്റെ ഉപയോഗം, അതായത് നമ്മുടെ സബ്മിറ്റ് ബട്ടനാണ്. എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നറിയാം. എന്താ, നമ്മളിവിടെ ഈ ഫോമിൻ്റെ അകത്ത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂസിനെ എങ്ങോട്ടേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും? സെർവറിലോട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബട്ടനാണ് സബ്മിറ്റ് ബട്ടൺ. ഇനി ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് അത് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആരെ ഉപയോഗിച്ച്? ഫോം ടാഗിന്റെ മെത്തേഡ് ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് അല്ലേ. നമ്മളിവിടെ മെത്തേഡ് ആട്രിബ്യൂട്ട് ഏതെന്നാ കൊടുത്തിരുന്നത്? പോസ്റ്റ് എന്നാ കൊടുത്തിരുന്നത്. രണ്ട് മെത്തേഡ് ആട്രിബ്യൂട്ടേ നമുക്ക് പഠിക്കാനുള്ളൂ. ഏതൊക്കെയാ? പോസ്റ്റും ഗെറ്റും അല്ലേ. പോസ്റ്റ് ആണെങ്കിൽ എന്നാ സെപ്പറേറ്റ് ഫയലായിട്ടായിരിക്കും സെൻഡ് ചെയ്യുക. അത് ആർക്കും കാണാനായിട്ട് പറ്റത്തില്ല. ഇവിടെ ഞാൻ ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുവാണേ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് സെർവറും ഇല്ല, അങ്ങനെ ഒരു ഫയലും ഇല്ല. login.php എന്നാണ് നമ്മൾ ഫയൽ കൊടുത്തിരുന്നത് ആക്ഷൻ ആട്രിബ്യൂട്ടിൽ അല്ലേ. അങ്ങനെ ഒരു ഫയലൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇത് വർക്ക് ചെയ്യില്ല. എന്നാലും ചെറിയൊരു കാര്യം കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യും. അപ്പം ക്ലിക്ക് ചെയ്തപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഇൻഫർമേഷൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്? login.php എന്ന് പറയുന്ന ആൾക്കാണ് സെൻഡ് ചെയ്യണത്. പക്ഷെ നമുക്ക് ആ പേജിൽ എത്താനായിട്ട് സാധിച്ചിട്ടില്ല. ട്രൈ അഗൈൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് വന്നു. ഇത് മെത്തേഡ് പോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഓക്കെ, ഇനി ഇങ്ങോട്ട് ബാക്കിലോട്ട് മാറിയാൽ ഇതേ പഴയ സ്ക്രീനിൽ തന്നെ നമ്മൾ തിരിച്ചെത്തി. ഇനി ഞാൻ ഇതിനൊരു ചെറിയ മാറ്റം വരുത്തുവാണേ. അതായത് ടെക്സ്റ്റ് ബോക്സിന്റെ സൈസ് ഞാനൊന്ന് കുറയ്ക്കുക, ഒരു 10 ആക്കി മാറ്റുക സൈസ്. അതുപോലെ തന്നെ മാക്സിമം ലെങ്ത് ഇതിൻ്റെ അകത്ത് 3x3 ക്യാരക്ടേഴ്സിന് ആക്സെപ്റ്റ് ചെയ്താൽ മതി. അപ്പം മാക്സ് ലെങ്ത് ആട്രിബ്യൂട്ടിന് ഞാൻ വാല്യൂ ഒന്ന് മാറ്റുന്നുണ്ട്. അതുപോലെ എൻ്റെ പാസ്വേഡ് ബോക്സിന്റെ സൈസ് അത് തന്നെ കിടന്നോട്ടെ, 30 തന്നെ മതി. പക്ഷെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്ന ഒരു 5 മതി. ഓക്കെ, അങ്ങനെ ഒരു മാറ്റം വരുത്തി. പിന്നെ ഒരാൾക്കും കൂടി ഞാൻ മാറ്റം വരുത്തുന്നുണ്ട്. നമ്മുടെ മെത്തേഡ് പോസ്റ്റ് ആയിരുന്നത് ഗെറ്റ് ആക്കി ഒന്ന് മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ മാറ്റം വരുത്തിയ വെബ് പേജിന്റെ ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കാം. അപ്പം ഇതാ ഔട്ട്പുട്ട് സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പം നോക്കിക്കേ, നമ്മുടെ കൺട്രോളിൻ്റെ സൈസ് കുറഞ്ഞിട്ടുണ്ട്. സൈസ് എത്രയാ? 10 ക്യാരക്ടേഴ്സേ മാക്സിമം ഡിസ്പ്ലേ ആകത്തുള്ളൂ. ഇനി അതിൻ്റെ മാക്സ് ലെങ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ കൺട്രോളിൻ്റെ അകത്ത് നമുക്ക് എത്ര ക്യാരക്ടറിനെ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ? 3x3 ക്യാരക്ടറിനെ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കിയേ, 1 2 3 4 5 6 എന്നൊക്കെ ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ 1 2 3 മാക്സിമം ലെങ്ത് ആണ്. ഇനി ഇതിനെ 10 ക്യാരക്ടേഴ്സ് വരെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഈ സൈസ് ഇതിൻ്റെ അകത്തുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് മാക്സിമം ലെങ്ത് 3 ആണ്. ഇനി പാസ്വേഡിൻ്റെ മാക്സിമം ലെങ്ത് കൊടുത്തു വെച്ചിരിക്കുന്ന 5 ആണേ. അപ്പോൾ ഞാൻ 1 2 3 4 5 6 7 8 എന്നൊക്കെ പറഞ്ഞ് എത്ര കൊടുത്താലും 5 ക്യാരക്ടേഴ്സേ നമുക്ക് റീഡ് ചെയ്തെടുത്ത് തരത്തുള്ളൂ. ഓക്കെ, ഇനി ഞാൻ സെൻഡ് ചെയ്യാൻ പോകും. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ പോകും. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ഗെറ്റ് എന്നുള്ള. അപ്പം ഗെറ്റ് എന്ന് പറയുന്ന മെത്തേഡിന്റെ പ്രത്യേകത നമുക്കറിയാം. എന്നതാ, നമ്മളുടെ ഇൻഫർമേഷൻ, അതായത് ഫോം ഉപയോഗിച്ച് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ആക്ഷൻ ആട്രിബ്യൂട്ടിന്റെ അകത്ത് കൊടുത്തു വെച്ചിരിക്കുന്ന ഫയൽ നെയിം ഏതാണോ അതിനോട് ചേർത്ത് അറ്റാച്ച് ചെയ്ത് സെൻഡ് ചെയ്യുന്ന നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ഞാൻ സെൻഡ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ്. എന്തായിരിക്കും റിസൾട്ട് എന്നൊന്ന് നോക്കി നോക്കാം. ദാ നോക്കിക്കേ, ഇവിടെ നമ്മുടെ ഫയലിന്റെ പേര് login.php. അത് കഴിഞ്ഞ് നോക്കിക്കേ, ടെക്സ്റ്റ് ബോക്സ് കൺട്രോളിന് കൊടുത്തു വെച്ചിരുന്ന നെയിം ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് പ്രൊവൈഡ് ചെയ്ത വാല്യൂ ഫസ്റ്റ് നെയിം എന്നാ അല്ലെ. അപ്പോൾ ഫസ്റ്റ് നെയിം ഈസ് ഈക്വൽ ടു 1 2 3 എന്നാ കൺട്രോളിനുള്ളിൽ നമ്മൾ കൊടുത്തു വെച്ച വാല്യൂ. പിന്നെയോ
PSSWD എന്ന പാസ്വേഡ് ബോക്സിന് നമ്മൾ കൊടുത്തു വെച്ചിരുന്ന നെയിം അത് ഈക്വൽ ടു 1 2 3 4 5 എന്നാണ് അല്ലേ. അപ്പോൾ നോക്കിക്ക് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഇതേ ഇതിനോട് അറ്റാച്ച് ചെയ്തായിരിക്കും ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണും, ഗെറ്റ് മെത്തേഡ് ആണോ പോസ്റ്റ് മെത്തേഡ് ആണോ സെക്യൂർ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏതാ ഗെറ്റ് ആണോ പോസ്റ്റ് ആണോ? പോസ്റ്റ് ആണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് അടുത്ത ചാപ്റ്ററിലൊക്കെ പഠിക്കാം. അപ്പോൾ ഇത് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫോമാണ് നമ്മൾ കണ്ടത്. ഇനി നോക്കിക്കേ, ആ എക്സാമ്പിൾ തന്നെ ഞാൻ ഇവിടെ നമ്മുടെ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ബോക്സിന് ചെറിയ ഒരാൾക്കും കൂടി ഒരു വാല്യൂ കൊടുത്തു വെച്ചു. ഏതാ വാല്യൂ ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് എൻ്റർ യുവർ നെയിം ഹിയർ എന്നൊരു മെസ്സേജ് കൊടുത്തു വെച്ചു. വേറെ ആർക്കും ഒരു മാറ്റവും ഇല്ല. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്ന് നോക്കിക്കേ. ഇവിടെ നമ്മുടെ വെബ് പേജ് ലോഡായി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ യുവർ നെയിം ഹിയർ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എഴുതി വരും. അപ്പോൾ വാല്യൂ ആട്രിബ്യൂട്ടിൻ്റെ ഉപയോഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി പറഞ്ഞതേ ഉള്ളൂ. ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിലൊക്കെ കൊടുത്തു വെക്കുന്നതെങ്കിൽ ക്യാപ്ഷൻ പോലെ ആ ബട്ടൻ്റെ ഉള്ളിൽ എഴുതി വരും. ഇവിടെ നമ്മുടെ റീസെറ്റ് സബ്മിറ്റ് ബട്ടൻ്റെ ഉള്ളിൽ എഴുതി വന്നതുപോലെ തന്നെ. ഓക്കെ, ഇനി ഈ രീതിയിൽപ്പെട്ട ഒരു വെബ് പേജ് നമുക്ക് ഡിസൈൻ ചെയ്യണം. ഇവിടെ ഒരു സെക്സ് എന്ന് കൊടുത്തിരിക്കുകയാണ്, മെയിൽ ഓർ ഫീമെയിൽ. അതായത് ഈ സർക്കിൾ ഇതാണ് നമ്മുടെ റേഡിയോ ബട്ടൺ. ഇനി ഹോബീസ് എന്ന് പറഞ്ഞാൽ പ്ലേയിങ് ഗെയിംസ്, വാച്ചിങ് TV, റീഡിങ്. അപ്പോൾ ഇതിൽ ഓരോന്നും ചൂസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു ചെക്ക് ബോക്സ് ആയി എടുത്തിട്ടിരിക്കുന്നത്. ഈ സ്ക്വയർ ആണ് ഈ ചെക്ക് ബോക്സ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതുപോലത്തെ ഒരു വെബ് പേജ് ഉണ്ടാക്കിയെടുക്കാമെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വെബ് പേജ് റെഡിയാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഹെഡിൻ്റെ അകത്ത് നമ്മളൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ബോക്സ് റേഡിയോ ബട്ടൺ കൺട്രോൾ എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ. ഈ കോഡ് ഉപയോഗിച്ചാണ് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ കെട്ടിച്ചേക്കുന്നത്. ഇനി നോക്കിക്കേ, ഫോം ടാഗ് എടുത്തിട്ടിരിക്കുവാണ്. ഇവിടെ സ്പേസ് ഉണ്ട്, BR ടാഗ് യൂസ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ക്യാപ്ഷൻ കൊടുത്തു, സെക്സ് എന്ന് എഴുതി കൊടുത്തു. ഇനി ഇതിൻ്റെ ഇടയിൽ ഇത്തിരി സ്പേസ് ഉണ്ട് അല്ലേ. അപ്പോൾ സ്പേസ് വരുത്തണമെങ്കിൽ ആംപർസാൻഡ് NBSP സെമിക്കോളൻ ഇത് ഒരു 5-6 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തു. ഇനിയോ നമുക്ക് അടുത്തതായിട്ട് വേണ്ട ഈ ബട്ടനാ. ഈ ബട്ടൺ എടുത്തിട്ടാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യണത് ആരാ? ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു റേഡിയോ. ഇനി ശ്രദ്ധിക്കണേ, ഇതൊരു ഗ്രൂപ്പ് ഓഫ് വാല്യൂസാണ് അല്ലേ. അപ്പോൾ 1 2 ഈ 2 റേഡിയോ ബട്ടണും ഒരേ ഗ്രൂപ്പിൻ്റെയാണ്. അപ്പോൾ അവരുടെ പേര് സെയിം ആയിരിക്കണം, അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നെയിം ഇസ് ഈക്വൽ ടു സെക്സ് എന്ന് കൊടുത്തു. ഇനി വാല്യൂ ഇസ് ഈക്വൽ ടു മെയിൽ. ആദ്യത്തത് മെയിൽ എന്ന് പറയുന്ന ആളെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ വാല്യൂ ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് നമ്മൾ വാല്യൂ കൊടുത്താൽ ഈ കൺട്രോളിൻ്റെ ഉള്ളിൽ എഴുതി വരില്ല. പ്രോഗ്രാം ടൈമിൽ ഈ കൺട്രോൾ, അതായത് ഈ ആദ്യത്തെ റേഡിയോ ബട്ടൺ ട്രൂ ആണെങ്കിൽ അത് ഏത് വാല്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാല്യൂ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇൻപുട്ട് എന്ന് പറയുന്ന ടാഗിൻ്റെ ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, വാല്യൂ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ ക്യാപ്ഷനായിട്ട് വരേണ്ടത് മെയിൽ എന്നുള്ളതാണ്. ഇനി അടുത്ത വീണ്ടും ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു റേഡിയോ, നെയിം ഇസ് ഈക്വൽ ടു സെക്സ്, വാല്യൂ ഇസ് ഈക്വൽ ടു ഫീമെയിൽ. അപ്പോൾ ഈ റേഡിയോ ബട്ടൺ ആരെ ഹെൽപ്പ് ചെയ്യാനാണ്? വാല്യൂ ഫീമെയിലാണ് അതിൻ്റെ അകത്ത വാല്യൂ. ഓക്കെ, എന്നിട്ട് ഇനി നമ്മൾ ഫീമെയിലിന് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ആ ടാഗ് കഴിഞ്ഞ ശേഷം ഇതുപോലെ കൊടുത്തു വെച്ചാൽ മതി. ഇനിയോ അടുത്ത ലൈനിൽ ഒരു 2 ലൈൻ സ്പേസ് ഉണ്ട്, ചുമ്മാ BR ടാഗ് കൊടുത്തു വെച്ചു. ഹോബീസ് എന്ന് വന്നേച്ച് നമുക്കൊരു ചെക്ക് ബോക്സ് എടുത്തിടണം. ചെക്ക് ബോക്സ് എടുത്തിടണോ? നമ്മളെ ഹെൽപ്പ് ചെയ്യണ ആരാ? ഇൻപുട്ട് ടാഗ് ടൈപ്പ് ഇസ് ഈക്വൽ ടു ചെക്ക് ബോക്സ്. ഇവിടെ നോക്കി, ഈ ഗ്രൂപ്പ് ഓഫ് ചെക്ക് ബോക്സുകളുടെ എല്ലാം പേര് സെയിം ആയിരിക്കണം, എന്നാലേ അവരൊരു ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുള്ളൂ. നോക്കിക്കേ, നെയിം എന്നാ ഹോബി എന്നാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം നെയിം ഇസ് ഈക്വൽ ടു ഹോബി. വാല്യൂ ആദ്യത്തെ ചെക്ക് ബോക്സ് ആരെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഗെയിംസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പ്ലേയിങ് ഗെയിം എന്ന് കൊടുത്തു. ഇനി വീണ്ടും മറ്റൊരു ചെക്ക് ബോക്സ് ആണ്, ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ചെക്ക് ബോക്സ്, നെയിം ഹോബി തന്നെ, വാല്യൂ വാച്ചിങ് TV എന്നാണ്. അപ്പോൾ വാല്യൂ വാച്ചിങ് TV എന്ന് കൊടുത്തു. എന്നിട്ട് ഇതെടുത്തിട്ടു. ഇനി വീണ്ടും മറ്റൊരു ചെക്ക് ബോക്സ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. ചെക്ക് ബോക്സ് എടുത്തിടണോ? ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ചെക്ക് ബോക്സ്. ഇനിയോ നെയിം, ഇതെല്ലാം സെയിം ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അതുകൊണ്ട് സെയിം നെയിം തന്നെ പ്രൊവൈഡ് ചെയ്യണം. നെയിം ഇസ് ഈക്വൽ ടു ഹോബി. ഇനി ഈ ചെക്ക് ബോക്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂ ഏതാണ്? റീഡിങ് എന്ന് പറയുന്ന വാല്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ വാല്യൂ ഇസ് ഈക്വൽ ടു റീഡിങ്. എന്നിട്ട് ഇവിടെ ക്യാപ്ഷൻ റീഡിങ് കൊടുത്തു. അപ്പോൾ ഇത്ര ഇൻഫർമേഷൻ മതി. ഇനി ഫോം ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ടാഗ് ക്ലോസ് ചെയ്തു. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്ന് നോക്കിയേ. നമ്മളിവിടെ ഒരു BR ടാഗ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ ഒരു സ്പേസ് കിട്ടി.
പിന്നെ നമ്മൾ എഴുതി കൊടുത്ത ഇൻഫർമേഷൻ സെക്സ് എന്നതാ ഇവിടെ വന്നു. ഇവിടെ നമ്മൾ സ്പേസ് ആംപർസാൻഡ് NB സെമിക്കോളൻ ഉപയോഗിച്ച് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതാ ഇവയുടെ ഇടയിൽ സ്പേസ് വന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ട് റേഡിയോ ബട്ടണാണ് അല്ലേ. ആ റേഡിയോ ബട്ടന് വാല്യൂ ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് മെയിൽ എന്ന് പറയുന്ന വാല്യൂ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ആയിട്ടുണ്ടോ? ഇല്ല. അത് പ്രോഗ്രാം ചെയ്യുന്ന അവസരത്തിൽ ഈ ബട്ടൺ, അതായത് ട്രൂ ഓർ ഫോൾസ് ആണ് ഈ ബട്ടണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിരിക്കുന്നത് ഏത് ബട്ടണിലാണ്, അതായത് ഏത് ആളെയാണ് നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് സെറ്റ് ചെയ്തെടുക്കുന്നത് പ്രോഗ്രാമിൽ ഈ വാല്യൂ ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് വാല്യൂ ഉപയോഗിച്ചാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ചൂസ് ചെയ്യുവാണ്. ദാ ഒന്നിലെ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഫീമെയിലിന് ചൂസ് ചെയ്തു. അപ്പോൾ അതാ റേഡിയോ ബട്ടൻ്റെ അകത്ത് അത് സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് മാറ്റി മെയിലിന് ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ അതാ ഈ സെലക്ഷൻ അൺസെലക്റ്റ് ആയിട്ട് അടുത്ത ഓപ്ഷൻ, അതായത് അടുത്ത റേഡിയോ ബട്ടൺ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ റേഡിയോ ബട്ടൺ ഒന്നിലധികം ഓപ്ഷൻസിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം മാത്രം ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് റേഡിയോ ബട്ടൺ. ഓക്കെ, അത് കഴിഞ്ഞ് BR ടാഗൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോബീസ് എന്നാണ് നമ്മൾ എഴുതിയത്. ഇടയിൽ സ്പേസ് ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് ആരാ, റേഡിയോ ബട്ടൺ കഴിഞ്ഞ് ചെക്ക് ബോക്സുകളാണ് നമ്മൾ എടുത്തിട്ടിരിക്കുന്നത് നമ്മുടെ ഹോബീസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. ചെക്ക് ബോക്സിൻ്റെ പ്രത്യേകത എന്താ? ഒന്നിലധികം ചെക്ക് ബോക്സുകൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഇവിടെ ആയിരുന്നെങ്കിൽ ഒറ്റ ഒരു ഓപ്ഷൻ, ഒറ്റ ഒരു റേഡിയോ ബട്ടനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ആ സ്ഥാനത്ത് ചെക്ക് ബോക്സ് ആണെങ്കിൽ ഒന്നിലധികം, ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒന്നിലധികം ഐറ്റങ്ങൾ നമുക്ക് സെലക്ട് ചെയ്ത് ചെക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എൻ്റെ ഹോബി ഗെയിം കളിക്കൽ ഹോബി ആണെങ്കിൽ അത് ഞാൻ ചൂസ് ചെയ്തു. TV കാണൽ എൻ്റെ ഹോബി ആണെങ്കിൽ അതെനിക്ക് സെലക്ട് ചെയ്യാം. റീഡിങ് എൻ്റെ ഹോബി ആണെങ്കിൽ അതെനിക്ക് സെലക്ട് ചെയ്യാം. ഇനി TV കാണൽ ഹോബി അല്ലെങ്കിൽ അതെനിക്ക് അൺസെലക്ട് ചെയ്യാം. അങ്ങനെ എന്ത് വേണേലും ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത് രണ്ടുമാണ് റേഡിയോ ബട്ടനും ദെൻ ചെക്ക് ബോക്സും. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റ് ഏരിയ ആട്രിബ്യൂട്ടിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ നോക്കിക്കേ, HTML ഹെഡ്, ടൈറ്റിൽ, ഫോം, റെസ്യൂം എന്ന് നമ്മൾ കൊടുത്തിരിക്കുക. ബോഡിയുടെ BG ബാക്ക്ഗ്രൗണ്ട് കളർ ഇത് കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഫോം ടാഗിന് മുമ്പ് സെൻറ്ററിലോട്ട് അലൈൻ ചെയ്ത്, അതായത് സെൻറ്റർ ടാഗിൻ്റെ അകത്ത് H3 ടാഗ് ഉപയോഗിച്ച് എൻ്റർ യുവർ ഡീറ്റെയിൽസ് എന്നൊരു ഹെഡിങ് കൊടുത്തു വെച്ചിരിക്കുക. അപ്പോൾ ഇത് ഫോം ടാഗിനുള്ളിൽ കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ, എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഫോം ടാഗിന് വെളിയിൽ കൊടുത്തു. അപ്പോൾ എൻ്റർ യുവർ ഡീറ്റെയിൽസ് എന്നൊരു ഹെഡിങ് അവിടെ കിട്ടും. ഇനി ഫോമിൻ്റെ ആക്ഷൻ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഗസ്റ്റ് ബുക്ക് .php എന്ന പേര്. മെത്തേഡ് ഗെറ്റ് എന്നാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്. നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്, നെയിം എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. ദെൻ നെയിം എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ, അത് കഴിഞ്ഞ് ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയോ ടൈപ്പ് ടെക്സ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇൻപുട്ട് ടാഗ് അതിൻ്റെ ടൈപ്പ് ടെക്സ്റ്റ് കൊടുത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ, നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് ആയിരിക്കും അവിടെ എടുത്തിടുക. അതിൻ്റെ പേര് സെറ്റ് ചെയ്തിട്ടുണ്ട്, സൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, മാക്സ് ലെങ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്, വാല്യൂ ഫസ്റ്റ് നെയിം ഹിയർ എന്ന് പറയുന്ന വാല്യൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 2 BR ടാഗ് യൂസ് ചെയ്ത് അടുത്ത ഏജിലോട്ട് വന്നു. ഏജ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്തു, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തു. അവിടെ ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു, അതിനുശേഷം ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഏജ് എന്ന് കൊടുത്തു, സൈസ് 3 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം 3ക്ക് 3 ലെറ്ററേ പറ്റത്തുള്ളൂ. ഇനി മാക്സ് ലെങ്തും 3 എന്നാണ് കൊടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി BR ടാഗ് യൂസ് ചെയ്തു. ഇനി നോക്കിക്കുക, അടുത്തത് ടെക്സ്റ്റ് ഏരിയ. അപ്പോൾ ഇൻപുട്ട് ടാഗ് കണ്ടെയ്നർ ടാഗ് അല്ല, empty ടാഗ് ആണ്. അപ്പോൾ ഇൻപുട്ട് ടാഗ് ഉപയോഗിച്ച് നമ്മൾ 2 കൺട്രോളുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ടെക്സ്റ്റ് ഏരിയ ടാഗ്, ഇതൊരു കണ്ടെയ്നർ ടാഗ് ആണ് അല്ലേ. അപ്പോൾ ഈ ടെക്സ്റ്റ് ഏരിയ ടാഗ് യൂസ് ചെയ്തിരിക്കുക. അതിന് ഏതെല്ലാം ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്? അതിന് 3 ആട്രിബ്യൂട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 ആട്രിബ്യൂട്ട് യൂസ് ചെയ്തേക്കുക. ഇവിടെ റോസ് ഇസ് ഈക്വൽ ടു 5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഒറ്റയടിക്ക് 5 റോ ഇൻഫർമേഷൻ കാണാവുന്ന സൈസിലുള്ള ഒരു റേഡിയോ റിച്ച് ടെക്സ്റ്റ് ബട്ടൺ ആയിരിക്കും, ബോക്സ് ആയിരിക്കും. ഒരു സമയം 5 ലൈൻ ഓഫ് ഇൻഫർമേഷൻ കാണാവുന്ന റിച്ച് ടെക്സ്റ്റ് ബോക്സ് ആയിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുക. ഇനി കോൾസ് ഇസ് ഈക്വൽ ടു 25 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ലൈനിൽ മാക്സിമം എത്ര ക്യാരക്ടേഴ്സ് വരെ എൻ്റർ ചെയ്ത് വെക്കാം? നമുക്ക് 25 ക്യാരക്ടേഴ്സ് വരെ. ഇനി പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താ ഈ റിച്ച് ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര്? അഡ്രസ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടെയ്നർ ടാഗ് ആണ് അല്ലേ. ഇത് ക്ലോസ് ചെയ്തപ്പോൾ അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ടാഗിൻ്റെ
ടെക്സ്റ്റ് ബോക്സ്, പാസ്വേഡ് ബോക്സ്, കൺട്രോൾ ബട്ടൺസ് ഒക്കെ ഉണ്ട് അല്ലേ? ആ ബട്ടൺസ് വാല്യൂ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് എന്ത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത് ആ പ്രവൃത്തി തന്നെ അതെ ഇവിടെ ഈ ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്ന കണ്ടെയ്നർ ടാഗിനുള്ളിൽ കൊടുത്താൽ ഇൻഫർമേഷൻ കൊടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത്. അതായത് ആ റിച്ച് ടെക്സ്റ്റ് ബോക്സിനുള്ളിൽ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് ഇൻഫർമേഷൻ ആണോ കൊടുത്തു വെക്കുന്നത് ആ ഇൻഫർമേഷൻ അതിൻ്റെ ഉള്ളിൽ എഴുതി വരും. അപ്പോൾ അഡ്രസ് ഹിയർ, റൈറ്റ് എൻ്റർ യുവർ അഡ്രസ് ഹിയർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ മെസ്സേജ് കൊടുക്കുക. ഇവിടെ അഡ്രസ്സ് എന്നേ കൊടുത്തു വെച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഇൻപുട്ട് ടാഗ് ഉപയോഗിച്ച് സബ്മിറ്റ് ബട്ടൺ എടുത്തിട്ടോ, ഇൻപുട്ട് ടാഗ് ഉപയോഗിച്ച് റീസെറ്റ് ബട്ടൺ എടുത്തിട്ടോ. ഇവിടെ നോക്കിക്കേ, വാല്യൂ സബ്മിറ്റ് ബട്ടൻ്റെ വാല്യൂ സബ്മിറ്റ് എന്ന് തന്നെ കൊടുത്തേക്കുന്നത്, റീസെറ്റ് ബട്ടൻ്റെ വാല്യൂ റീസെറ്റ് എന്ന് തന്നെ കൊടുത്തു വെച്ചിരിക്കുന്നത്. ഫോം ടാഗും ക്ലോസ് ചെയ്ത്, ബോഡി ടാഗും ക്ലോസ് ചെയ്ത്, HTML ടാഗും ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാ നോക്കിക്കേ, നമ്മൾ സെൻറ്ററിലോട്ട് അലൈൻ ചെയ്ത് ഹെഡിങ് ടാഗിനുള്ളിൽ കൊടുത്തു വെച്ചിരുന്ന ഹെഡിങ് ഇവിടെ വന്നു. ടൈറ്റിൽ ബാറിനുള്ളിൽ ഫോം റെസ്യൂം എന്ന് വന്നു. ബാക്ക്ഗ്രൗണ്ട് കളർ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ. ഇനി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന കൺട്രോൾസ് എല്ലാം ഈ രീതിയിൽ അതേപടി വന്നിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ടപ്പം അതിൻ്റെ ഉള്ളിൽ വാല്യൂ ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് വാല്യൂ കൊടുത്തിരുന്നു അല്ലേ? ഏതാ? ഫസ്റ്റ് നെയിം ഹിയർ എന്നുള്ളത്. അപ്പോൾ അതാ ഫസ്റ്റ് നെയിം ഹിയർ എന്ന് ഇവിടെ വന്നു. ഇനി അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്തു. ഇനി ഏജ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്താൽ 3 ഉണ്ടായിരുന്നുള്ളൂ. എത്ര ടൈപ്പ് ചെയ്താലും അവിടെ ആ 3 വരുള്ളൂ. ഇനി നോക്കിക്കേ, ടെക്സ്റ്റ് ഏരിയ ടാഗിനുള്ളിൽ അഡ്രസ്സ് എന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അതേപടി ഇവിടെ വന്നു. ഇവിടെ മാക്സിമം 5 ലൈൻ ഓഫ് ഇൻഫർമേഷൻസ് കാണാവുന്ന വലിപ്പത്തിനുള്ള ഒരു റിച്ച് ടെക്സ്റ്റ് ബോക്സ് അവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഇത് മാച്ച് കളഞ്ഞേച്ച് വേണം നമ്മൾ നമ്മുടെ അഡ്രസ്സ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഒരു സമയത്ത് 5 ലൈൻ, ഇപ്പോൾ 5 ലൈൻ ആയിട്ടുണ്ട്. ഇനി എൻ്റർ അടിച്ചാൽ കണ്ടോ, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്ക്രോൾ ബാർ വന്നു. ഇനി നോക്കിക്കോ, ഒരു ലൈനിലെ മാക്സിമം ക്യാരക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അടുത്ത ലൈനിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഔട്ട്പുട്ടുകൾ ഈ രീതിയിൽ കിട്ടും. അപ്പോൾ റിച്ച് ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉപയോഗവും എന്തെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ 2 ടാഗുകളെ കുറിച്ച് പഠിച്ചു. അതൊക്കെ ഇൻപുട്ട് ടാഗിനെ കുറിച്ചും ടെക്സ്റ്റ് ഏരിയ ടാഗിനെ കുറിച്ചും. അപ്പം നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിച്ച് മനസ്സിലാക്കി എടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.